ഒരു പക്ഷേ 25 പ്രാവശ്യമെങ്കിലും ഗൾഫ് നാടുകളിൽ പോയി. ആ സമയത്ത് അമേരിക്കയിൽ 4 പ്രാവശ്യം അമേരിക്കയിൽ പോയി, ലണ്ടനിൽ പോയി, ജർമ്മനിയിൽ പോയി. ഈ പാടുന്നത് കൊണ്ട് ദൈവം കൊണ്ടുപോയി നമ്മളെ എത്തിക്കുകയാണ്. കലാകാരിയായി വളർന്നത് കൊണ്ട് ദൈവം കൊണ്ടുപോയി നമ്മളെ. അല്ലെ ചിന്തിക്കാൻ പറ്റുമോ? ഒരു ലോകം കാണുക, മറ്റൊരു രാജ്യം കാണാൻ ചിന്തിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ. എനിക്ക് ഒരു പക്ഷേ എൻ്റെ കർത്താവ് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അത്ഭുതങ്ങളായിരുന്നു എൻ്റെ ലോകം. എൻ്റെ ജീവിതം മുഴുവൻ അത്ഭുതങ്ങളാണ് എന്നെ നയിച്ചത്. ഞാൻ 2012 ഇതിനിടയ്ക്ക് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ നടന്നു. ആ സമയത്ത് എനിക്ക് ശബ്ദം തിരിച്ചു തരില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അമൃത ഹോസ്പിറ്റലിലാണെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടത്. എനിക്ക് ശബ്ദം ഇനി തിരിച്ചു തരത്തില്ല, കാരണം തൈറോയിഡ് ഗോയിറ്ററായിട്ട് മാറി. ഞാനത് കൊണ്ടു നടക്കുകയാണ്, ഷോളിട്ടിങ്ങനെ മറച്ച് കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ 10 വർഷം തൈറോയിഡ് കൊണ്ടു നടന്നത് കൊണ്ട് ഇനി തിരിച്ച് സൗണ്ട് വരത്തില്ല എന്ന് പറഞ്ഞു. കാരണം അത് ക്യാൻസർ ആകുവാൻ സാധ്യതയുള്ള ഇതാണ്, അതെടുത്ത് കളഞ്ഞാലും ഞങ്ങൾക്ക് സൗണ്ട് തരില്ല എന്ന് പറഞ്ഞു. ഞാൻ കർത്താവിനോട് കൈവിരിച്ചു നിന്ന് വെളുപ്പിന് 3 മണിക്ക് എന്നും വെളുപ്പിന് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. സൗണ്ട് സൗണ്ട് ഇല്ലാതെ ഞാൻ എന്തിനാ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന്. എൻ്റെ ജീവിതം അത്ഭുതമാണെന്ന് പറയുന്നതിൻ്റെ ഒരു അത്ഭുതമാണിത്. അങ്ങനെ കൈപിടിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് അന്ന് ഓപ്പറേഷന് പോകുന്ന ദിവസം എൻ്റെ ചേട്ടൻ്റെ മോൻ ശിബിച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, സിൽവർ ലൈൻ, പോകുന്ന വഴിക്ക് ഒരു ഒപ്പീനിയൻ ചോദിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു, അമൃതയിലോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മകനെ എന്തിനാ ഇനി ഒപ്പീനിയൻ, ഏതായാലും എനിക്ക് സൗണ്ട് തിരിച്ച് കിട്ടത്തില്ല. അന്ന് മനോരമയിൽ നടന്ന ഒരു പ്രോഗ്രാമിന് ഞാൻ ഈ തെന്നലും നിങ്ങളും പാടിയിട്ട് ലാസ്റ്റ് പാടുകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ തീരുമാനിച്ചു, ഉറപ്പിച്ചിട്ടാണ് അത് പാടാൻ പോകുന്നത്. അത് ഈ ഒപ്പീനിയൻ ചോദിക്കാൻ ഏതായാലും കയറിക്കളയാം എന്നപ്പോൾ അവിടെ ഡോക്ടർ ടോം ബാബുവാണ് ഇത് അവിടെ ഉള്ളത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രൊഫസേഴ്സ് അവിടെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച പ്രൊഫസേഴ്സാണ് അമൃതയിൽ ഇരിക്കുന്ന ചേച്ചി, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, ധൈര്യമായിട്ട് പോകുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ ദൈവം കയറ്റുന്നതാണ് എന്നെ കയറ്റുന്നതാണ്. ഇവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇവിടെ ഓപ്പറേഷൻ ചെയ്യുവാന്ന് ചോദിച്ചു. വെറുതെ എനിക്ക് ശബ്ദം തിരിച്ചു തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഞങ്ങൾ ശബ്ദം തിരിച്ചു തരും, 3-ാം ദിവസം ചേച്ചിക്ക് പാടാമെന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിങ്ങനെ, ഇതിൽ വിശ്വാസം ഇല്ലേന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് എത്രത്തോളമായി. ഞാൻ ആ 3 മണി വെളുപ്പിനെ കൈവിരിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ദൈവം എൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു. ഞാൻ അവിടെ ഓപ്പറേഷൻ ചെയ്തു. ഒരു മാസം കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ അമ്മയുടെ ഒരു പാട്ട് എനിക്ക് റെക്കോർഡിങ്ങിന് പാടാൻ പറ്റി, കർത്താവിൻ്റെ പാട്ട് പാടാൻ പറ്റി. പിന്നീട് വീണ്ടും എന്നെ ദൈവം കൈപിടിച്ച് സംഗീതത്തിലേക്കാക്കി. അതിനുശേഷം ആണ് പിന്നെ ഒരു വേർതിരിവാണ് ഈ രാഷ്ട്രീയക്കാരിയായിട്ട് മാറുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ ജീവിതമെല്ലാം ഒരു അത്ഭുതമാണ്. അത് എപ്പോഴും കർത്താവിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് അത്ഭുതമാകുന്ന ഒരു ലോകത്തുകൂടെ ഞാനിന്ന് സഞ്ചരിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിലേ മുതൽ എൻ്റെ ദൈവത്തിൻ്റെ ഒരു ശക്തി എപ്പോഴും എൻ്റെ പിന്നാമ്പുറങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ഞാൻ കോൾപിംഗ് സൊസൈറ്റിയുടെ കീഴിലാണ് ആദ്യമായിട്ട് ഞാൻ ജർമ്മനിയിൽ പോകുന്നത്. അത് പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെയാണ്. അന്ന് റെക്കോർഡിങ്ങിന് ഞാൻ പാടിയിട്ടില്ല. റെക്കോർഡിങ്ങിന് പാടാത്തൊരു കാലഘട്ടത്തിലാണ് കോൾപിംഗ് സൊസൈറ്റിയുടെ കീഴിൽ ജർമ്മനിയിൽ പാടാൻ പോകുന്നത്. അപ്പം അന്ന് വരെ ആ സമയത്ത് പ്രീ ഡിഗ്രി കഴിഞ്ഞു. എൻ്റെ സിസ്റ്റേഴ്സൊക്കെ എല്ലാവരും കല്യാണം കഴിച്ചൊക്കെ പോയി, എല്ലാവരും കഴിച്ചു. കുറേ കാലം കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ അടുത്തത് ഞാനാണല്ലോ അടുത്ത വിവാഹം കഴിക്കാൻ നിൽക്കേണ്ട ആൾ. എൻ്റെ ബ്രദേഴ്സ് എനിക്ക് ആവശ്യത്തിന് സ്ത്രീധനമൊക്കെ തന്നെ എന്നെ കെട്ടിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സമയവും കൂടെയാണ്. അവൾക്ക് നല്ലൊരു കാര്യം വന്ന് അവളെ നല്ലോണം കെട്ടിച്ചു വിടണം. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സോച്ചാനും ഗ്രീച്ചാനും ഒക്കെ കൂടെ എന്നെ ബോംബെ കൊണ്ടുപോയി. അവിടെ ഞാൻ നിൽക്കുകയും അവിടെ നിന്നിട്ട് ഇപ്പം സംഗീതം ഒരു 4 വർഷം പഠിച്ചു കഴിഞ്ഞ് ഗാനപ്രവീണിന് പഠിക്കുന്ന ഒരു സമയം. ആ സമയമാണ് ഞാൻ അവിടെ പോകുന്നത്, ബോംബെ പോകുന്നത്. ഓർത്തുകൊള്ളണം ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ അവിടെ ചെന്ന് എന്നെ അവിടെ ഈ ടൈപ്പ് ഷോർട്ട് ഹാൻഡും പഠിപ്പിക്കാനായിട്ട്, നീ ഇപ്പോൾ കുറച്ച് നാൾ ഇവിടെ നിന്ന് ഇത് പഠിക്കും, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പത്രത്തിൽ പരസ്യമൊക്കെ ഇട്ട് കല്യാണം നടത്താനുള്ള തീരുമാനമാണ് അവർ. എന്തോ എനിക്ക് തരും അവർ, അത്രയും അവരെന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ പക്ഷെ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ സഹോദരങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് മനസ്സിലെപ്പോഴും വേദനയാണ്. ഞാൻ ദൈവത്തോട് എപ്പോഴും പറയും, എൻ്റെ സഹോദരങ്ങൾ ഒരുപാട് വിഷമിച്ച് അവരൊരുപാട് കഷ്ടപ്പെടുന്നുണ്ട്.
അവര് മറ്റ് സഹോദരങ്ങൾ വിവാഹം കഴിപ്പിക്കുവാനൊക്കെ അവർ ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ വിഷമതകളിലൂടെ സഹോദരങ്ങളെ 4 ഇളയ സഹോദരങ്ങൾ 3 പേരെയും കല്യാണം കഴിപ്പിച്ചു, നല്ല സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചു. ഇനി എന്നെയും കൂടെ അവര് ഇതൊക്കെ തന്ന് കെട്ടിക്കാൻ അതുങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ കർത്താവേ എന്നൊരു പ്രാർത്ഥന എപ്പോഴും എനിക്ക് ഹൃദയത്തിലുണ്ട്. അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ എനിക്ക് ഒരു ഗായകനാവണം, എന്നെ ഇഷ്ടപ്പെടുന്ന സംഗീത ലോകം എനിക്കില്ലെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട എന്നൊരു തീരുമാനം എന്നും കർത്താവിനെ നോക്കി ഞാൻ പറയുമായിരുന്നു. കർത്താവിന് എപ്പോഴും പൂവെക്കുന്നവളായിരുന്നു ഞാൻ. കർത്താവിൻ്റെ നടയെ കൊണ്ടേ പൂവൊക്കെ വെക്കും. അപ്പം അന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് എൻ്റെ കർത്താവ് ഒന്നെങ്കിൽ നീ ഇറങ്ങി വരണമല്ലേ, എനിക്ക് കല്യാണം വേണ്ട, എൻ്റെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആരും ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട കല്യാണം എന്ന് പറയുമായിരുന്നു. പക്ഷേ ഞാൻ ബോംബെ പോയി നിൽക്കുമ്പോൾ അവിടെ എൻ്റെ അച്ചാച്ചന്മാരെ എന്നെ പഠിക്കാനായിട്ട് അയച്ചു. ആ സമയത്താണ് പ്രീ ഡിഗ്രിക്ക് ഇവിടെ വന്ന് കോൾപിംഗ് സൊസൈറ്റി നമ്മുടെ കോളേജിൽ വന്ന് ഗായകരെ അന്വേഷിക്കുന്നത്. ഈ കോൾപിംഗ് സൊസൈറ്റിയുടെ കീഴിൽ ജർമ്മനിയിൽ പ്രോഗ്രാമിന് പോകുവാനായിട്ട്. അന്ന് അവിടെ ഗായകരുണ്ട്. പക്ഷേ അന്നത്തെ നമ്മുടെ പ്രിൻസിപ്പാള് എൻ്റെ പേരാണ് പറഞ്ഞു കൊടുക്കുന്നത്. ദലീമ എന്നുള്ള ഒരു ഗായിക ഇവിടെ ഉണ്ട്, അവർ നല്ലോണം പാടും, കുട്ടി നന്നായിട്ട് പാടും, ആ കുട്ടിയെ വിളിച്ച് പാടിക്കണം എന്ന് പറയുന്നത്. അപ്പം തന്നെ എന്നെ ഇവിടെ അന്വേഷിച്ചു. ഇവിടെ ഞാനില്ല, ഞാൻ ബോംബെയിലാണ്. അപ്പം എന്നെ വിളിച്ചു. അപ്പം എൻ്റെ അച്ചാച്ചൻ എൻ്റെ സോച്ചാനും ഗ്രീച്ചാനും കൂടെ എന്നോട് പറഞ്ഞു, കൊച്ചെ ജർമ്മനി പോകാനാണെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്, നിനക്ക് ജർമ്മനി കാണാമല്ലോ. അപ്പം തന്നെ ഫ്ലൈറ്റിന് ഇങ്ങോട്ട് അയക്കുകയായിരുന്നു എന്നെ. അപ്പം ഞാൻ ഇവിടെ വന്നു. അപ്പം ദൈവത്തിൻ്റെ ഇടപെടലാണത്. ഇവിടെ വന്നു, ഞാൻ നേരെ ജർമ്മനിക്ക് പോയി. അവിടെ വെച്ചാണ് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ എന്താ പറയുക കണ്ടുമുട്ടുന്നതും. അദ്ദേഹം സംഗീതത്തിലൂടെ തിരിക്കുവാൻ ദൈവം എന്നെ ഒരു വഴി നയിക്കുകയാണ്. സംഗീതത്തിലൂടെ എന്നെ വളർത്തുവാൻ ദൈവം ഇടപെടുന്നു. അവിടെ എനിക്ക് അദ്ദേഹത്തെ കാണാനും അദ്ദേഹം എന്നെ സ്നേഹിക്കാനും പിന്നീട് ഞങ്ങൾ വിവാഹിതരായി. അതൊരു വലിയ സംഭവം ഇല്ലാത്തൊരു കല്യാണം കഴിച്ച് ഞങ്ങൾ ജീവിച്ചപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ടുപോയി പലയിടത്തും പരിചയപ്പെടുത്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ എന്താ പറയുക കർത്താവിൻ്റെ ഇടപെടലെന്ന് പറഞ്ഞില്ലേ, ആ ഇടപെടലിൻ്റെ ഏറ്റവും വലിയ ഒരു കാലഘട്ടമായിരുന്നു അത്. ആ ഇടപെടലിലൂടെ ഞങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ച ഉടനെ തന്നെ ജോലി തന്നു. ഞാൻ മ്യൂസിക് ടീച്ചറായിട്ട് കയറി. ടാലൻറ്റ് പബ്ലിക് സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് ഞാൻ കയറി. അദ്ദേഹം ചോയ്സിൽ മ്യൂസിക് സാറായിട്ട് കയറി ജീവിക്കുവാൻ ആക്കുന്നു ഞങ്ങളെ. അതിനുശേഷമാണ് ഞാൻ ഈ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2012 ആ ഇതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞാൽ അടുത്ത ഇടപെടൽ. അപ്പോൾ കർത്താവ് ഇടപെട്ടു. ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ ചർച്ചിൻ്റെ കോണിൽ നിന്ന് പാടിയ എൻ്റെ ദൈവം എന്നെ എപ്പോഴും എൻ്റെ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. എന്നെക്കൊണ്ട് എന്ത് ചെയ്യിക്കുന്നതും എൻ്റെ ദൈവമാണ് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എനിക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്കൊരു അത്ഭുതമാണ് എൻ്റെ ജീവിതം. ഇപ്പം കർത്താവ് എൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് 2012 തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും എന്നെ പാടാനായിട്ട് എന്നെ ദൈവമാക്കി തീർക്കുകയായിരുന്നു. എനിക്ക് പാടാൻ പറ്റില്ലെന്ന് തോന്നി, കാരണം സൗണ്ടില്ല. അതും അത്ഭുതം, സൗണ്ടില്ല എനിക്ക്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് മൂളാൻ പോലും സൗണ്ടില്ല. ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ സൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്കിന്ന് സൗണ്ട് ഇല്ലല്ലോ, പാടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ചേച്ചിക്ക് പാടാൻ പറ്റും എന്നാ അവർ പറയുന്നു. ചേച്ചിയുടെ വോക്കൽ കോഡ് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ചേച്ചിക്ക് പാടാൻ പറ്റും. 1 മാസമായി പാടാൻ പറ്റുന്നില്ല, മൂളാൻ പറ്റുന്നില്ല എനിക്ക്. നിങ്ങൾ നോക്കണം എൻ്റെ ജീവിതത്തിൻ്റെ അത്ഭുതം. ഒരച്ഛൻ എന്നെ വിളിക്കുന്നു, വന്നിച്ച് പറഞ്ഞു ചേച്ചി പാടണം. ഞാൻ പറഞ്ഞു എനിക്ക് പാടാൻ പറ്റില്ല അച്ഛാ. അപ്പോൾ ചെറിയ സൗണ്ടിലാണ് ഞാൻ സംസാരിക്കുന്നത്, എനിക്ക് പാടാൻ പറ്റില്ല, എനിക്ക് സൗണ്ടില്ല, പാടാൻ പറ്റില്ല. ചേച്ചി എന്നോട് സംസാരിച്ച സൗണ്ടില്ലേ, ഞങ്ങൾക്കത് മതി. എന്നോട് പറയും ഞങ്ങൾക്കത് മതി, ചേച്ചി സംസാരിച്ച സൗണ്ട് മതി. ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ചെല്ലുന്നു. മൂളാൻ പോലും പറ്റാത്ത ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കയറുന്നു. മൈക്കിൻ്റെ മുന്നിൽ ചെല്ലുന്നത് വരെ എനിക്ക് പാടാൻ പറ്റുന്നില്ല, മിണ്ടാൻ സൗണ്ടില്ല. ഞാൻ ഈ വരികളെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നോക്കി ഇങ്ങനെ സങ്കടപ്പെടി, കർത്താവിനെ നോക്കി ഇങ്ങനെ സങ്കടപ്പെടി. ഞാൻ എങ്ങനെ പാടും ദൈവമേ, എനിക്ക് സൗണ്ട് ഇല്ലല്ലോ, ഞാൻ എങ്ങനെ പാടും എന്ന് പറഞ്ഞു. ഞാൻ ആ 4 വരിയുടെ ഫ്രണ്ടിൽ എനിക്ക് ഇന്നും അത് ഓർക്കുമ്പോൾ കണ്ണുനീരാണ്. ഞാനിങ്ങനെ ഒരു വരികളിങ്ങനെ വിക്കി ഇങ്ങനെ തുടങ്ങി. അപ്പം അവിടെ നിന്ന് കേൾക്കുന്നത് അവരെന്നോട് ഇങ്ങോട്ട് പറയുന്നു, ചേച്ചി അതിമനോഹരമായിട്ടാണ് പാടുന്നതെന്ന് എന്നോട് പറയുക. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ശബ്ദമില്ലാത്ത ശബ്ദത്തിൽ ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു
ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഒരുതരം സൗണ്ട്, ഒരു വല്ലാത്ത സൗണ്ട് എന്നിൽ നിന്ന് വരുന്നത്. പക്ഷെ അവിടെ ഇരിക്കുന്നവർ പറയുന്നു ഞാൻ മനോഹരമായിട്ട് പാടുന്നു എന്ന്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നില്ല. അതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ.